ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാൻ വിത്ത് കുഴിച്ചിട്ട് മുളച്ചു വന്ന മാവിൽ നിന്നുണ്ടായ മാങ്ങയാണ്. ഏകദേശം 3/4 കിലോ 1 കിലോ ഉണ്ട് ഒരു മാങ്ങ. നല്ല വലുപ്പമുണ്ട്. ഞെട്ടുകുഴിയൻ എന്ന് പറയുന്ന ഒരു വർഗ്ഗത്തിൽപ്പെട്ട മാങ്ങയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഞെട്ടിൻ്റെ വശം ശരിക്ക് കുഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഞെട്ടുകുഴിയൻ മാങ്ങ എന്ന് പറയുന്നത്. ഇത് സാധാരണ പഴുത്ത് തിന്നാൻ പറ്റിയ ഇനം മാങ്ങ. ഇത് കണ്ടോ, ഞെട്ട് നന്നായിട്ട് കുഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഞെട്ടുകുഴിയൻ മാങ്ങ എന്നാണ്. നമുക്ക് പലതരത്തിലുള്ള മാങ്ങ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അച്ചാറിടാൻ പറ്റിയ മാങ്ങ, കറി വെക്കാൻ പറ്റിയത്, പഴുപ്പിച്ച് തിന്നാൻ പറ്റിയത്. ഇതിപ്പോൾ ഒരു പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. ഈ മാങ്ങയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു വരും. നമുക്ക് തിന്നാൻ പറ്റില്ല. വലിയ മാങ്ങയാണ്, 1 കിലോ ഒക്കെ ഉണ്ടാവും ഒരു മാങ്ങ. അപ്പോൾ മുകളിലായതുകൊണ്ട് പറിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെനിക്ക് ഒരു 5-6 അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. 6 ഉള്ളൂ ആകെ, കണ്ടില്ലേ. അപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് നോക്കാം, ഞെങ്ങി തുടങ്ങി വരണം. അപ്പോൾ അത് പൂളിയപ്പോൾ അതാ കേട് പഴുത്ത് വന്നപ്പോൾ കേട് വന്നു തുടങ്ങി. പക്ഷെ ഇതിൽ പുഴു ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ്. നോക്കിയപ്പോൾ ഇത് പുഴുവാണ്. പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊന്നും പഴുക്കാത്തതാണ്. അപ്പോൾ ഇനി ഒരു പഴുക്കാത്തെടുത്താൽ കുഴപ്പമില്ല കേട്ടോ, പഴുക്കാറായതെടുത്താൽ. പക്ഷെ ഇതിന് പുളി ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പഴുത്തില്ലെങ്കിലും തിന്നാൻ പറ്റും. അപ്പോൾ അടുത്തത് ഒരെണ്ണം പൂളാന്ന് വിചാരിച്ച് എടുത്തതാണ്. അതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കത് പുളി നോക്കാം, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. പക്ഷെ ഇതിപ്പോൾ കടകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈനം മാങ്ങ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് പുളി നോക്കട്ടെ, ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ചെനച്ച മാങ്ങ കിട്ടിയാൽ ഒരു മാസ്റ്റർ പീസാണ്. ഉപ്പ് പൊടിയും മുളക് പൊടിയും ഇത് കണ്ടോ, ഇത് കുഴപ്പമില്ല കേട്ടോ, പഴുത്തിട്ടില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് മുളക് പൊടിയും അതിന് പുരട്ടുക. എന്നിട്ട് നുറുക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിൽ വെച്ച് തിന്നുക. നല്ല ടേസ്റ്റ്. അതിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. മൂവാണ്ടൻ മാങ്ങ ചെനച്ചാലും അതെ. അതായത് ചെനച്ച മാങ്ങ, അധികം പുളിയില്ലാത്ത ചെനച്ച മാങ്ങയിൽ ഇതുപോലെ ഉപ്പും മുളകും പുരട്ടി തിന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങ അത് എന്തോ ഒരു കേട് പോലെയുണ്ട്. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഇത് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് പൂളാണ്. ഇതിപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരെണ്ണം കഴിക്കാൻ പറ്റില്ല, അത്രയും വലിപ്പമുണ്ട് കേട്ടോ. കയ്യിൽ ഒതുങ്ങുന്നില്ല, പൂളാൻ പറ്റുന്നില്ല വലിപ്പം കാരണം. പൂളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഒരിത്തിരി ഉപ്പ് നമുക്ക് പുരട്ടാം. ലേശം മതി. മുളക് പൊടി നല്ല എരിവുള്ളതായത് കാരണം ലേശം പുരട്ടിയാൽ മതി. അപ്പോൾ ലേശം ഉപ്പ് പൊടി അതിനകത്ത് പുരട്ടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് പുരട്ടാം. അപ്പോൾ എന്നിട്ട് ഇതെല്ലായിടത്തും ആക്കുക. ആ ഉപ്പും മുളകും കൂടി എല്ലായിടത്തും ഒന്ന് പുരട്ടി ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങനെ പൂളി. എന്നിട്ടത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് പാത്രത്തിൽ വെക്കുക. ഞാൻ ഏതായാലും ഇന്ന് അതിൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും എനിക്ക് മുഴുവനും കഴിക്കാൻ പറ്റില്ലല്ലോ,